കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യൻ സാർ, ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ NSSന്റെ മേലെ അധികാരിയായിട്ടുള്ള നമ്മുടെ സുകുമാരൻ നായരോടും അതുപോലെ NSSനോടൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെ അതിയായ പ്രണയം, അങ്ങനെ തന്നെ പറയേണ്ടത്. നമ്മുടെ VD സതീശനായാലും ചെന്നിത്തലയായാലും ഇവരുടെ ആ ഒരു പ്രണയ സല്ലാപങ്ങൾ, പ്രണയ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എങ്ങനെയാണ് സാർ ഈ കോൺഗ്രസിന്റെ പെട്ടെന്നുള്ള ഈ ഒരു പ്രണയം, എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? ഇത് വളരെയേറെ വിചിത്രമായ ഒരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു നാടകമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ കേരളത്തിലെ കോൺഗ്രസ് ആരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ കാഴ്ചകൾ കാണുമ്പോൾ നാട്ടിൻപുറത്ത് ആനക്കാരനെ നാട്ടുകാർ കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആന ചിലപ്പോൾ മുസ്ലിമിന്റെ ആയിരിക്കും, ആന ക്രിസ്ത്യാനിയുടെ ആയിരിക്കും, ആന ആരുടേതാണേലും ആനക്കാരൻ നായരായിരിക്കും. കാരണം പരമ്പരാഗതമായിട്ട് നായന്മാരുടെ ഒരു തൊഴിലാണ് ഈ ആനക്കാരനാവുക എന്നുള്ളത്. പക്ഷെ നാട്ടുകാർ പറയുന്നത് കുട്ടപ്പൻ ആന, തങ്കപ്പൻ ആന എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ കുട്ടപ്പൻ നായർക്കും തങ്കപ്പൻ നായർക്കും അറിയാം, ഇത് എന്റെ ആനയല്ല, ഞാൻ വെറും ആനക്കാരനാണ്, ഇതിന്റെ ഉടമസ്ഥൻ വേറെയാണ്, ഞാൻ അവിടെ പോയി ശമ്പളം മേടിക്കുന്ന ആളാണ്. പിന്നെ ആനയ്ക്ക് വേണ്ട പട്ടയും തീറ്റയും ഒക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ അതിനെ കുളിപ്പിച്ചും ഒക്കെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ആളിന്റെ തൊഴിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിമിൻ്റെതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്രൈസ്തവന്റേതാണ്. അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളാപ്പള്ളി നടേശന്റെയോ സുകുമാരനായരുടെയോ നായരുടെയോ ഈഴവന്റെയോ ഒന്നുമല്ല. അങ്ങനെ ആയിരുന്ന കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് കോൺഗ്രസിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ പോലും APCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ പോയി അവിടുത്തെ നേതാക്കന്മാരെ അല്ല കാണുന്നത് എന്നുള്ളത് സന്ദീപ് വാര്യര് കോൺഗ്രസിൽ പോയപ്പോൾ നമുക്ക് മനസ്സിലായതല്ലേ. ആദ്യം പോയത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര്, പിന്നെ ആ മുസ്ലിമിന്റെ ആധ്യാത്മികാചാര്യന്മാര്. അല്ലാതെ വെള്ളാപ്പള്ളിയെ കാണാനോ സുകുമാരൻ നായരെ കാണാനോ സന്ദീപ് വാര്യര് പോയില്ല. അത് സന്ദീപ് വാര്യര് തന്നതൊരു വലിയൊരു സൂചനയാണ്. വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസ് ഉടമസ്ഥന്മാരെന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുമല്ല സുകുമാരൻ നായരുമല്ല, അത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. പിന്നെ രണ്ടാമത് വേണമെങ്കിൽ ക്രൈസ്തവർ എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നാടകമാണ്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടരുത്. ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ആന തങ്കപ്പൻ നായരുടെയും കുട്ടപ്പൻ നായരുടെയും ആയിട്ട് തന്നെ നിർത്തും. അത് ഉടമസ്ഥന്റെ ഒരു തന്ത്രമാണ്. ആനയുടെ പേരും അങ്ങനെയാണ്. ആനയ്ക്ക് ഒരിക്കലും ക്രിസ്ത്യൻ പേരോ മുസ്ലിം പേരോ ഇല്ല. പക്ഷെ ആനയുടെ ഉടമസ്ഥന്മാര് 90% ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആണ് താൻ. എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് ഇപ്പോഴും നായരുടേതാണ്, ഈഴവന്റേതാണ്, SNDPയുടേതാണ്, NSSന്റേതാണ്. അവരാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് ഈ പൊട്ടൻ കഴുത ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും വലിച്ചു കൊണ്ടുവന്ന് നാടകം കളിക്കുന്നത്. അപ്പോ ഒരു നാടകത്തിൽ കളിക്കാനുള്ള ചാൻസ് കിട്ടിയാൽ ആരും വിടുകയല്ലോ. അതുകൊണ്ട് അവരെങ്ങനെ മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഇതിലെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പൊ നമ്മൾക്കറിയാം, വെള്ളാപ്പള്ളി നടേശന്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുന്നതും NDAയുടെ പ്രമുഖ ഒരു നേതാവായിട്ട് തന്നെ നിൽക്കുന്നതൊക്കെ നമ്മൾക്കറിയാം. ഇത്തരത്തിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള വെള്ളാപ്പള്ളി, 2 വ്യക്തികളാണ്, ആ വ്യക്തിത്വമാണ് നമുക്ക് മാറ്റിവെക്കാം. ഇത് എങ്ങനെയാണ് ഇതിലൊരു രാഷ്ട്രീയം കാണുന്നത്, ഇവരെയൊക്കെ കാണുന്നതിലൂടെ, ഈ നാടകം കളിക്കുന്നതിലൂടെ? അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ വളരെ വിദഗ്ധമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് മത സാമുദായിക നേതാക്കന്മാരാണ്.
അത് ഞാൻ വെറുതെ ആരോപിക്കുന്നതല്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പത്രക്കാർക്ക് കൊടുക്കുന്നതിന് മുൻപ് അവര് കൊണ്ടുപോയി കൊടുക്കുന്നത് മത സമുദായ നേതാക്കന്മാരുടെ കയ്യിലാണ്. എന്നിട്ട് അവരോട് ചോദിക്കും, സന്തോഷമായോ, തൃപ്തിയായോ, എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടേ ഞങ്ങൾ തിരുത്തി തരാം. അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് ഇത് തിരുത്തി ഫൈനൽ ലിസ്റ്റ് എന്നാ ഇനി സംഗതിയൊക്കെ ഓക്കെ കൊണ്ട പത്രക്കാർക്ക് കൊടു എന്ന് ഇവർ പറയുമ്പോഴാണ് ഇത് പത്രക്കാരുടെ മുമ്പിൽ വരുന്നതും നമ്മൾ നാട്ടുകാരറിയുന്നത്. അപ്പോൾ സമുദായ നേതാക്കന്മാര്, മതനേതാക്കന്മാര് രാഷ്ട്രീയക്കാരേക്കാൾ സമർത്ഥമായ രാഷ്ട്രീയം കളിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം ഇപ്പോഴും എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ജനാധിപത്യമുണ്ടെന്നും ഇവിടെ ഈ പറഞ്ഞ പോലെ മതേതരത്വം ഉണ്ടെന്നും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിക്കുന്നതെന്നും ഒക്കെ തോന്നിപ്പിക്കുന്നതാണ്. അത് വെറും മായയാണ്. ഇപ്പോ ഹൈന്ദവ ആധ്യാത്മികത അനുസരിച്ച് എല്ലാവരും മായയാണെന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു മായ മാത്രമാണ്. ഈ മായ കളിയെല്ലാം കളിക്കുന്നത് ഇവിടുത്തെ സമുദായ മത നേതാക്കന്മാരാണ്. അവിടെ കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും അധികാരവും സ്വാധീനവും അവർക്കില്ല എന്നുള്ളതാണ് സത്യം. സർ, ഈ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, പ്രത്യേകിച്ച് സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഒരു വാക്കാണ് സമദൂരം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. ഞാനും കുറെ ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ സമദൂരം എന്നുള്ളത്. കാരണം നമ്മൾ ആ ഒരു വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഇതിന്റെ ഒരു മരുന്നിന് പോലും ഒരു യൂണിറ്റോ ഒന്നും ഇല്ലാത്തൊരു നാടാണ് മലപ്പുറം എന്നുള്ളത്. എന്നിരുന്നാലും എനിക്ക് ഇതിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ഞാൻ ചോദിക്കും, എന്താണ് സർ ഈ ഒരു സമദൂര സിദ്ധാന്തം? അതെന്താണ് എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമദൂരം മാത്രമല്ല ശരിദൂരവും അറിയാം എന്ന്. അപ്പൊ ഈ സമദൂരം കുറെ കാലമായി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇത് പിടികിട്ടാതെ വന്നപ്പോ വീണ്ടും ചോദിച്ചു, അല്ല ഈ സമദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സമദൂരം മാത്രമല്ല ശരിദൂരവും അറിയാം. അപ്പോൾ ഈ ശരിദൂരത്തിന്റെ ശരി നിശ്ചയിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഇനി വന്നാൽ മാത്രമേ അതിന്റെ ബാക്കി നമുക്ക് അറിയാൻ പറ്റൂ. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്തും പി ജെ കുര്യൻ പ്രതാപശാലിയായിരുന്ന കാലത്തും ഉമ്മൻചാണ്ടിക്കും പി ജെ കുര്യനും NSS ആസ്ഥാനത്തുള്ള സ്വാധീനം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ ഒക്കെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് NSSനോട് ആ രീതിയിലുള്ള ഒരു മമതയുണ്ടോ, അടുപ്പമുണ്ടോ, സ്വാധീനമുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. അത് തിരിച്ചും സംഭവിക്കാം. ഉമ്മൻചാണ്ടിയും പി ജെ കുര്യനും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിന്റെ അത്രയും ഗൗരവം NSS നേതൃത്വം ഇപ്പോൾ കോൺഗ്രസിന് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ശ്രീ രമേശ് ചെന്നിത്തല ആ തരത്തിലുള്ള ഒരു പരിഗണനയ്ക്ക് വിധേയനാവുകയും ശശി തരൂരിന് ശേഷം ഡൽഹി നായർ നല്ല നായരാണ് എന്ന് അംഗീകരിച്ച് പെരുന്നയിൽ വിളിച്ചതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഇദ്ദേഹത്തെ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. മാത്രമല്ല സാറേ, ഇപ്പൊ മറ്റൊരു കാര്യമാണ്, ഇവർക്ക് എത്രത്തോളമാണ് സാർ ഈ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താനാവുക? കാരണം ഇപ്പൊ ഇവര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇപ്പൊ SNDP ആയാലും NSS ആയാലും ഇവരുടെ ഈ വിഭാഗത്തിൽ തന്നെ ഒരുപാട് അസംതൃപ്തരായിട്ടുള്ള ആളുകൾ തന്നെ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഈ ഹിന്ദുക്കളെ വിഭജിച്ചെടുത്തിട്ടുള്ള ഇവരുടെ ആ ഒരു ശക്തിയിൽ ആളുകൾ വശപ്പെട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് സാർ അതിന്റെ ഒരു രാഷ്ട്രീയം വരുന്നത്? ഇതിന്റെ രാഷ്ട്രീയം വളരെ വിചിത്രമായ രാഷ്ട്രീയമാണ്. NSSന് കൃത്യമായ സ്വാധീനമുണ്ട്. നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ ഏതാണ്ട് 8000-ഓളം കരയോഗങ്ങൾ പ്രവർത്തിക്കുന്ന NSS എന്ന് പറയുന്ന സംഘടനാ സംവിധാനം വളരെ അച്ചടക്കമുള്ള, വളരെ കൃത്യനിഷ്ഠയുള്ള, വളരെയേറെ സ്വാധീന ശക്തിയുള്ള ഒരു സമുദായം തന്നെയാണ്. അക്കാര്യത്തിൽ ആര് അല്ല എന്ന് പറഞ്ഞാലും അത് സത്യമാണ്. അതുപോലെ തന്നെയാണ് SNDPക്കുമുണ്ട് ഏതാണ്ട് NSSന്റെ ഒപ്പം ശാഖകളുണ്ട്. അപ്പോൾ NSSും SNDPയും ഏതാണ്ട് ശാഖകളുടെയും സംഘടനാ സംവിധാനങ്ങളുടെ കാര്യത്തിലും തുല്യ ശക്തികളാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ. എന്നാൽ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ നായന്മാര് 12%, ഈഴവന്മാർ 22% ഉള്ളതുകൊണ്ട് ജനസംഖ്യാനുപാതികമായി ഈഴവർക്ക് മുൻതൂക്കമുണ്ട്. എന്നാൽ ഈ മുൻതൂക്കവും ഈ കണക്കും ഈ സംഘടനാ സംവിധാനവും ഒക്കെ വെച്ചുകൊണ്ട്
ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിമാരെ പോലെ ഈ രണ്ട് സമുദായവും ഭരിക്കുന്ന നേതാക്കന്മാർ അവരാരായിരുന്നാലും അവർ കൊടുക്കുന്ന പ്രസ്താവനകളും അവർ നൽകുന്ന പിന്തുണകളും കൊണ്ട് എത്ര പേര് ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ ചിരി ഉണർത്തുന്ന ഒരു കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യത്തിൽ തുറന്നടിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചില ആൾക്കാരെ നോക്കി പറയും, നിന്നെ ഞാൻ തോപ്പിക്കും എന്ന് പറയും. റിസൾട്ട് വരുമ്പോൾ അയാൾ ജയിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അത്രയും ഒന്നും തുറന്നടിക്കാറില്ല സുകുമാരൻ നായരെങ്കിലും സുകുമാരൻ നായർ നൽകുന്ന സൂചന അനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇന്ന ആൾക്കാർക്കാണ് NSSന്റെ അനുഗ്രഹം. പിന്തുണ എന്ന വാക്കൊന്നും അവിടെ ഇല്ല, ഒരു അനുഗ്രഹമുള്ളത് അവിടെയാണെന്നറിയാം. ഏതായാലും ആ അനുഗ്രഹമുള്ള ആരും റിസൾട്ട് വരുമ്പം തോക്കാറുണ്ട് പതിവ്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നത് ഇവർ രണ്ടുപേരും കൂടി ആരെയോ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ്. കാരണം ഈ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കിയാൽ സമുദായ സംഘടനാ നേതാക്കന്മാരുടെ പിന്തുണ ലഭിക്കുന്നവർ പരാജയപ്പെടാറുണ്ട്. ഇത് ഒരു ദുസ്സഹനം പോലെയോ അല്ലെങ്കിൽ ലക്ഷണശാസ്ത്രം പറ്റിയോ ഞാൻ പറയുന്നതല്ല. ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളിയുടെ പ്രതിനിധിയാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന് വെള്ളാപ്പള്ളി ഒരാളെ അങ്ങ് പ്രഖ്യാപിച്ചെന്നിരിക്കട്ടെ, അല്ലെ സുകുമാരൻ നായർ ഒരാളെ പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന അണ്ടർ കറന്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഈഴവ സമുദായത്തെക്കാൾ കൂടുതൽ വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള മുസ്ലിം സമൂഹം വളരെ രഹസ്യമായ ഒരു തീരുമാനം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളാപ്പള്ളിയുടെ ആളിനെ ജയിപ്പിക്കണ്ട, അഥവാ സുകുമാരൻ നായരുടെ ആളിനെ ജയിപ്പിക്കണ്ട എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ സംഘടിത വോട്ട്, മുസ്ലിമിന്റെ സംഘടിത വോട്ട് കേരള രാഷ്ട്രീയത്തിൽ 34% എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സെൻസസ് കൂടാതെയുള്ള കണക്ക്. അപ്പോൾ 22% വോട്ട് ബാങ്കിന്റെ അവകാശം പറയുന്ന ഈഴവരും 12% വോട്ട് ബാങ്കിന്റെ അവകാശം പറയുന്ന നായരും ഒരു നിലപാടെടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്താൽ 34% വോട്ട് ബാങ്കുള്ള ഇസ്ലാം തീരുമാനിക്കും എന്നാ പിന്നെ ആര് ജയിക്കണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ 19% വോട്ട് ബാങ്ക് അവകാശപ്പെടാവുന്ന ക്രൈസ്തവ സമൂഹം, ആ ക്രൈസ്തവ സമൂഹവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് NSSന്റെയും SNDPയുടെയും പിന്തുണ നേടിയവർക്കെതിരെ ഒരു വിപരീത കറണ്ട് പ്രവർത്തിച്ചു തുടങ്ങുകയും ആ ഭാഗത്തൊരു മൈനോറിറ്റി കൺസോളിഡേഷൻ രൂപപ്പെട്ടു വരികയും അവരുടെ ഒരു തീരുമാനം രാഷ്ട്രീയ തീരുമാനമായിട്ട് ആരും അറിയാതെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വെള്ളാപ്പള്ളി പിന്തുണച്ചയാള് തോൽക്കുകയും വെള്ളാപ്പള്ളി എതിർത്തയാള് ജയിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ NSSന്റെ കാര്യത്തിലും NSSന്റെ അനുഗ്രഹം കിട്ടിയവര് തോൽക്കുകയും അനുഗ്രഹം NSSന്റെ ശാപം കിട്ടിയവർ ജയിക്കുകയും ചെയ്യും. അങ്ങനെ ശപിക്കാറൊന്നുമില്ല എങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. അതായത് NSSും SNDPയും എത്ര ശക്തമാണെന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ഉടമസ്ഥന്മാരും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ ഉടമസ്ഥന്മാരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്തുണ്ടാകുന്ന ന്യൂനപക്ഷ വോട്ടിന്റെ കൺസോളിഡേഷൻ ആണ് പലപ്പോഴും ഈ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഒക്കെ പ്രഖ്യാപനങ്ങളെ പരാജയപ്പെടുത്തി കളയുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു റിവേഴ്സ് മെക്കാനിസമാണ്. സാർ, മറ്റൊന്നാണ്, നമ്മള് ഒരു സിനിമാ ഡയലോഗാണ്, ഈ ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പണ്ടെന്നോ തിലകൻ സാർ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ നമുക്കറിയാം നുപൂർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ ദേശീയ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന അദ്ദേഹം അവരൊരു വിവാദത്തിൽ പെട്ടുകൊണ്ട്, അതായത് ഇവരുടെ പ്രവാചകനെ നിന്ദിച്ചു എന്ന രീതിയിൽ ഒരു ചാനൽ ചർച്ചയിൽ നടന്ന വിവാദമൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ നുപൂർ ശർമ്മ ചോദിച്ച ആ ചോദ്യത്തിന് ശേഷം പിന്നീട് NSSന്റെ സുകുമാരൻ നായർ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. കാരണം ആരൊക്കെയാണോ ഇവിടെ 72 ഊറികളെയും മദ്യപ്പുഴയിലൊക്കെ തുടിച്ച് പോയി വന്നിട്ടുള്ളത് എന്ന് പബ്ലിക്കിനോട് മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് ചോദിച്ച ഒരു തന്റേടിയായിട്ടുള്ള സുകുമാരൻ നായരെ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇസ്ലാമിക പ്രീണനം അതല്ലെങ്കിൽ ഇവിടുത്തെ രാജ്യദ്രോഹികളുടെ പ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രസ് സംവിധാനത്തിന് എത്രത്തോളം ഭീഷണി തന്നെയായിരുന്നു അത് എന്നുള്ളതും, അത് ഒരിക്കലും ഈ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മനസ്സിൽ നിന്ന് അത് പോവില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് സാർ അന്ന് വിശദീകരിക്കാൻ പറ്റുക? അവിടെയാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത്. ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ
യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ, കേരളത്തിലെ കോൺഗ്രസ് ഒരു ആനയാണെങ്കിൽ ആനയുടെ ഉടമസ്ഥൻ മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗാണ് അടുത്ത കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോകുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാവണം. 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുക. വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ മുസ്ലിം ലീഗിനുണ്ട് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ തുല്യം വരികയാണെന്നിരിക്കട്ടെ, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസിന് യാതൊരു എതിർപ്പും ഉണ്ടാവില്ല. അഖിലേന്ത്യാ നേതൃത്വം, ഹൈക്കമാൻഡ് ആ കാര്യമായിരിക്കും മുന്നോട്ട് വെക്കുക, അനുസരിക്കുക, എല്ലാവരും നിർവാഹയും. അപ്പോ ആ കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ ഉടമസ്ഥാവകാശം മുസ്ലിം ലീഗിന്റെ കൈകളിലേക്ക് പോയി കഴിഞ്ഞ് നടക്കുന്ന, സമ്പൂർണമായി മുസ്ലിം ലീഗിന് വിധേയമായി കോൺഗ്രസ് പാർട്ടി വിധേയമായി കഴിഞ്ഞ് നടക്കുന്ന ആദ്യത്തെ നിയമസഭാ ഇലക്ഷൻ ആയിരിക്കും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സമവാക്യങ്ങളൊക്കെ തന്നെ, ബലാബല സമവാക്യങ്ങളെല്ലാം തന്നെ ഇവിടെ തെറ്റാൻ പോവുകയാണ്. അവിടെ ഒരു ചക്രാധിപതിയെ പോലെ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വരികയും ക്രൈസ്തവ, ഈഴവ, നായർ വോട്ട് ബാങ്കുകളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. സർ, മറ്റൊന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭയായാലും വേണ്ട, അതിനുശേഷം ഈ മുനമ്പം വിഷയം, ഇതൊക്കെ നമ്മൾ വഖഫ് വിഷയമൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് BJPയോട് വലിയ ആ ഒരു സ്നേഹത്തോടു കൂടി, അതല്ലെങ്കിൽ BJPയോടുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി കടന്നു വരുന്ന ക്രൈസ്തവരുടെ ആ ഒരു സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ആ നടുകെ ഛേദിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയേണ്ട മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ട് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പാലക്കാട് ഒരു സ്ഥലത്ത് ഒരു UP സ്കൂളിൽ നടന്നൊരു വിഷയം സാറ് കണ്ടിരുന്നു, എനിക്കറിയില്ല. അവിടെ ഒരു ക്രിസ്മസ് കരോള് ആഘോഷിക്കാൻ വേണ്ടി UP സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ ഒരുക്കിക്കൊണ്ട് തെരുവിലൂടെ നടത്തിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിൽ 3 VHPക്കാർ, ജില്ലാ ഭാരവാഹിത്വത്തിലുള്ള VHPക്കാർ ഇടപെടുകയും ഇങ്ങനെ പൊതുവിലൂടെ ഈ നിരത്തിലൂടെ നടത്തിക്കാൻ നിങ്ങൾക്ക് വല്ല ഓർഡറും ഉണ്ട് എന്ന് ചോദിക്കുകയും, അത് ചോദിച്ചത് ഈ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ഒരു ടീച്ചർ, ആ ടീച്ചർ അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന VHP പ്രവർത്തകരോട് മാപ്പ് പറഞ്ഞ് പിരിഞ്ഞു പോയൊരു വിഷയം ഉണ്ടായിരുന്നു. ആ പിരിഞ്ഞു പോയതിനു ശേഷം രാത്രിയും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, UDF എല്ലാം ചേർന്നുകൊണ്ട് ഈ ടീച്ചറെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഈ ടീച്ചർ മാപ്പ് പറയുന്ന വീഡിയോ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ ഈ പറയുന്ന ഹിന്ദു പ്രവർത്തകർക്കെതിരെ പരാതി കൊടുക്കുന്ന ഇന്ന് അവർ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം റിമാൻഡിലാണ്. ഈ വിഷയം സാറ് ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല. കാരണം ഇന്ന് മാധ്യമങ്ങളൊക്കെ മാക്സിമം പൊടിപ്പും തെങ്ങലും വെച്ചുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ആ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് സാർ ആ ഒരു വിഷയം സാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു ചെറിയ പരിമിതമായിട്ടുള്ള ഈ അറിവ് വെച്ചുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഇവിടെ വിജയിക്കും സാർ? എനിക്ക് ആ വിഷയത്തെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. ഇപ്പോഴാണ് ഞാൻ ആ വിഷയം കേൾക്കുന്നത്. എങ്കിൽ പോലും ഒരു കാര്യം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് പഴയകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഏതെങ്കിലും ഇലക്ഷനുകളോ അല്ലെങ്കിൽ 3-4 സംസ്ഥാനങ്ങളുടെ ഇലക്ഷനുകൾ ഒന്നിച്ചു വരുമ്പോഴോ, ക്രിസ്തുമസ്, ന്യൂ ഇയർ പോലെയുള്ള അവസരങ്ങൾ വരുമ്പോഴോ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരാറുണ്ട്. സാധാരണ ഇത്തരം വാർത്തകൾ വരാറ് ഉത്തർപ്രദേശിൽ നിന്നോ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ആവാം. ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്തു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ LDF UDF ശക്തികൾക്ക് അത് കനത്ത തിരിച്ചടിയായി മാറും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി BJPയോട് വിരോധവും അകലവും കാത്തു സൂക്ഷിക്കുന്ന ആ പഴയ സിസ്റ്റം തുടരാൻ വേണ്ടി UDF LDF ശക്തികൾ നടത്തിയ എന്തോ ഒരു നീക്കമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തട്ടെ. ശ്രീ പിണറായി വിജയന്റെ പോലീസ് ഉണ്ടല്ലോ, ഇന്റലിജൻസ് ഉണ്ടല്ലോ, അവർ നടത്തിയിട്ട് കുറ്റവാളികളെ കണ്ടെത്തട്ടെ, അതനുസരിച്ച് നിയമ നടപടി എടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരിക്കലും BJPയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും BJPയുടെ രാഷ്ട്രീയ നീക്കമോ ഇതിന്റെ പിന്നിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സർ, മറ്റൊന്നാണ് ഇപ്പൊ നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളിയുടെ വിഷയം തന്നെ സാധാരണക്കാരുടെ ഒരു വ്യൂവിലുള്ള ഒരു ചോദ്യമാണ്. കാരണം പലരും ഇവിടെ കമന്റ് ഇടുന്ന ഒരു കാര്യമാണ്. അതായത് പലരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം കൂടെ സോഷ്യൽ മീഡിയകളിലൊക്കെ. അതായത് ഈ തുഷാർ വെള്ളാപ്പള്ളി ഈ പറയുന്ന BJPയോട് ചേർന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള വെള്ളാപ്പള്ളി, അദ്ദേഹം ഈ പറയുന്ന സുകുമാരൻ നായരെ പോലെ തന്നെ സമദൂരം എന്ന് പറഞ്ഞുകൊണ്ടും ചിലപ്പോൾ BJPക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് എത്രത്തോളമാണ് സർ ഈ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ BJPക്കുള്ള ആ
ഒരു സ്വാധീനം അതല്ലെങ്കിൽ നേട്ടങ്ങൾ ഇത്തരത്തിൽ ഈ അച്ഛനിലൂടെ വരുന്ന കോട്ടങ്ങൾ ഇതെങ്ങനെയായിരിക്കും സാറ് നോക്കി കാണുകയാണെങ്കിൽ പറയും? അതിപ്പോ ഒ രാജഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ മകൻ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന സിനിമാ സംവിധായകനും തമ്മിലുള്ള ബന്ധം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായ മേഖലകളാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള് സമുദായ നേതാവാണ്. അദ്ദേഹം രാഷ്ട്രീയം കൈകാര്യം ചെയ്യാറേയില്ല. നേരെ മറിച്ച് മകൻ രാഷ്ട്രീയ നേതാവാണ്. BDJS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചെയർമാനാണ്. ശരിയാണ്, അദ്ദേഹം ഒപ്പം തന്നെ SNDPയുടെ വൈസ് പ്രസിഡന്റും കൂടി ആയിരിക്കാം. എങ്കിൽ പോലും അത് രണ്ട് വ്യത്യസ്തമായ ഒരാൾ അച്ഛൻ കൈകാര്യം ചെയ്യുന്നത് സമുദായവും മകൻ കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയവുമാണ്. അതുകൊണ്ട് ഈ രണ്ട് പേരെയും ഒന്നിച്ചു കൂട്ടിയിട്ട് അതിന്റെ പേരിൽ ഒരു വ്യാഖ്യാനം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതായത് മകൻ ഇങ്ങനെ പറയുന്നു, അച്ഛൻ അങ്ങനെ പറയുന്നു, അതെന്താ പൊരുത്തപ്പെടാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ കാരണം മകൻ രാഷ്ട്രീയ നേതാവും അച്ഛൻ സമുദായ നേതാവും ആയതുകൊണ്ടാണ്. ഇനി സമുദായത്തിന്റെ നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സമുദായത്തിൽ എടുക്കുന്ന നിലപാടുകളെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റില്ല. തുഷാർ വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാടുകളെ സമുദായത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. അങ്ങനെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഇതിനെ തികച്ചും രണ്ട് വിഷയമായി കാണുക എന്നുള്ളതാണ് അതിനകത്തെ സത്യസന്ധത. പക്ഷേ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് CPM-ഉം കോൺഗ്രസും ഈ ചോദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ അച്ഛൻ ഒരു സ്റ്റാൻഡ്, മകൻ മറ്റൊരു സ്റ്റാൻഡ്? മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും BJP വോട്ട് ചെയ്യാൻ തയ്യാറായി വരുന്ന അനുഭാവികളായിട്ടുള്ള BJP പ്രവർത്തകരോ മെമ്പർമാരോ അല്ല, BJPയുടെ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്ത, എന്നാൽ BJP ഇഷ്ടപ്പെടുന്ന, BJP വോട്ട് ചെയ്തേക്കാം എന്ന് പലപ്പോഴും കരുതുന്ന അനുഭാവികളായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ഈ രണ്ടും ഒന്നല്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല, ഈ രണ്ടും ഒന്നല്ല. അച്ഛൻ സമുദായത്തിന്റെ കാര്യം നോക്കുന്നു, മകൻ രാഷ്ട്രീയത്തിന്റെ കാര്യം നോക്കുന്നു എന്ന് കൃത്യമായി അവർക്കിടയിൽ ആ ഒരു ബോധ്യമുള്ളതുപോലെ ജനങ്ങൾക്കിടയിലും ആ ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുമെന്നാണ് എന്റെ പക്ഷം. ഇനി എന്തെങ്കിലും വിട്ടുപോയതുണ്ടോ സാർ ഈ ഒരു വിഷയത്തിൽ, ഈ കോൺഗ്രസിന്റെ NSS SNDP പ്രണയത്തെ ഈ ഒരു ആസ്പദമാക്കിയിട്ടുള്ള ഈ സെഷനിൽ? എനിക്ക് തോന്നുന്നത് ഒറ്റ പോയിന്റേ ഉള്ളൂ. കോൺഗ്രസിന്റെ NSS SNDP സമീപനം, അവരുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വിവാദം, ഇത് കേരളത്തിലെ പൊട്ടന്മാരായ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് നടത്തുന്ന നാടകമാണ്. അതായത് ഈ ഹിന്ദുക്കൾ നോക്കുമ്പോൾ, ഈഴവരും നായരും അടക്കമുള്ള ഹിന്ദുക്കൾ നോക്കുമ്പോൾ അടുത്ത കേരള മുഖ്യമന്ത്രി ഒരു ഹിന്ദുവായിരിക്കുമെന്നും ആ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ആയിരിക്കുമെന്നുമുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ UDF-ന് വോട്ട് ചെയ്തുകൊള്ളും ഹിന്ദു ഭൂരിപക്ഷം. അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷം വോട്ട് ചെയ്ത് UDF-നെ അധികാരത്തിലെത്തിച്ചാൽ UDF-നെ പിന്നെ മൊത്തമായിട്ടും മുസ്ലിം ലീഗ് വിഴുങ്ങിക്കോളും. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ കളിച്ചിരിക്കുന്നത് മുസ്ലിം ഇന്റലിജൻസ് ആണ്, മുസ്ലിം തലച്ചോറാണ്, മുസ്ലിം ലീഗിന്റെ ബുദ്ധി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ വേഷം കെട്ടി നടത്തുന്ന ഒരു നാടകമാണ് ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെയും അല്ലെങ്കിൽ ശ്രീ G. സുകുമാരൻ നായരുടെയും പേരിൽ അവർ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ രണ്ട് സമുദായങ്ങളിലെയും പൗരബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള വോട്ടർമാരെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്നാലും എല്ലാ കാലത്തും ഹിന്ദുവിനെ വിഭജിച്ച് ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായാലും അതിനു മുൻപുള്ള നമ്മുടെ നാട് കീഴടക്കി ഭരിച്ചിട്ടുള്ള പലരുടെയും ആ ശ്രമത്തിൽ തന്നെ ഇന്നും പെട്ടുകിടക്കുന്ന ഹിന്ദു സമുദായത്തെ, ഹിന്ദുക്കളിലെ വ്യത്യസ്ത ജാതികൾ, നായരായാലും ഈഴവനായാലും പറയനായാലും ഈ വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകളെ വിഭജിച്ചുകൊണ്ട് തന്നെ ഇന്നും ഭരണം കൈയാളിക്കൊണ്ട് ഈ ഹിന്ദു ജനതയുടെ നെഞ്ചത്ത് കയറി കളിക്കുന്ന ഈ കളിക്ക് ഇനി ഹിന്ദുക്കൾ കണ്ണു തുറന്ന് തലച്ചോറ് ചിന്തിച്ച് കൃത്യമായിട്ട് നിലപാടെടുക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ ആയാലും സുകുമാരൻ നായരെ ആയാലും സുഖിപ്പിച്ചിട്ടായാലും വേണ്ടില്ല, അതല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായാലും വേണ്ടില്ല, ഏതൊക്കെ രീതിയിൽ ഇവിടെ ഭരണം പിടിക്കാം എന്നുള്ളത് കൃത്യമായിട്ടും അറിയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ ചാണക്യന്മാർ ഇത്തരത്തിൽ കളിക്കുമ്പോൾ ഹിന്ദുവിന് രക്ഷ ഹിന്ദു മാത്രമേ ഉള്ളൂ എന്നത് മനസ്സിലാക്കുക. മാത്രമല്ല ഹിന്ദുക്കൾക്ക് എന്നും രക്ഷ ഇവിടുത്തെ RSS ആയാലും BJP മാത്രമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ചരിത്രം മുതൽ നിങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി എന്നുള്ളത് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. അതുകൊണ്ട് വെള്ളാപ്പള്ളിയോടായാലും സുകുമാരൻ നായരോടായാലും പ്രണയം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ നടത്തുന്ന ഈ നാടകത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ ഇനിയും വഞ്ചിതരാവരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടും അഡ്വക്കേറ്റ് ജയസൂര്യ സാർ നിങ്ങളിലേക്ക് അത് വിവരം തന്നു എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാം. സാറിന്റെ പെർമിഷനോടുകൂടി നാളെ വീണ്ടും മറ്റൊരു വിഷയമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.